നമ്മൾ പല പ്രണയകഥകളും കാണാറുണ്ട് അല്ലേ? സിനിമകളിൽ പല കഥകൾ കാണാറുണ്ട്, ജീവിതത്തിൽ കാണാറുണ്ട്. എന്തായാലും സിനിമാ കഥയെ പോലെ അല്ലെങ്കിൽ അതിനെയും വെല്ലുന്ന നിലയിലേക്കുള്ളൊരു പ്രണയകഥയിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇത് നടക്കുന്നത് ജയിലിലാണ്, അതായത് പ്രണയം മുട്ടിടുന്നത് ജയിലിലാണ്. കൊലപാതക കേസുകളിൽ ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന രണ്ടുപേർ തമ്മിലാണ് ഈ പ്രണയം ഉണ്ടാകുന്നത്. എന്തായാലും കാമുകി കാമുകന്മാരുടെ വിവാഹത്തിനായി കോടതി 15 ദിവസം അടിയന്തരമായ പരോൾ അനുവദിക്കുകയും ചെയ്തു. രാജസ്ഥാനിലെ ആൾവാറിലെ സംഗനീർ ജയിലിലാണ് ഈ ഒരു സവിശേഷമായ പ്രണയവിവാഹം ഉണ്ടായത്. അഞ്ജലി ജോൺ വിവരങ്ങളുമായിട്ട്. അഞ്ജലി, വളരെ കൗതുകരമാണല്ലേ? കൊലപാതക കേസുകളിൽ ശിക്ഷിക്കപ്പെട്ട് കഴിയുന്നവർ തമ്മിൽ സാധാരണ ആൺപെൺ രണ്ടാണ് ജയിലുണ്ടാവുക. ഇതെങ്ങനെ ഇവർ തമ്മിലൊരു കണ്ടുമുട്ടലിന് വഴിയൊരുക്കി എന്നത് തന്നെ ഒരു അത്ഭുതമാണ്. ഇതെങ്ങനെ സംഭവിച്ചത്? ചോദ്യങ്ങൾ ഒരുപാടുണ്ടെന്ന് അറിയാം. എന്തായാലും ഒരു സിനിമയെ വെല്ലുന്ന കഥ തന്നെ അതാ ഇതിന് പിന്നിലുണ്ട് കേട്ടോ. 1972 ഒരു ജയിൽ പരിഷ്കരണ നിയമം വന്നിട്ടുണ്ടായിരുന്നു. അതിൽ ഈ പറയുന്നത്, ഈ ജയിലിലൊക്കെ കുറ്റവാളികളായിട്ട് വരുന്ന ആളുകൾ നല്ല നടപ്പിൻ്റെ ഭാഗമായാൽ അവരെ എല്ലാവരും കൂടി ഒരു ഓപ്പൺ ജയിലിലേക്ക് മാറ്റും. അങ്ങനെ ഈ പറയുന്ന നമ്മുടെ ഇവിടെ ഈ പറയുന്ന രണ്ട് പ്രതികളും, ഈ നായകനും നായിക എന്ന് പറയുന്ന ഹനുമാൻ പ്രസാദും പ്രിയ സേത്തും കൂടെ പരസ്പരം ഈ പറഞ്ഞുള്ള സംഗനീർ ജയിലിൽ കണ്ടുമുട്ടുകയാണ്. ഇതിൻ്റെ പശ്ചാത്തലമൊക്കെ കുറച്ച് വ്യത്യാസമാണ്. അപ്പോൾ ആദ്യം നമ്മുടെ മനസ്സിൽ തോന്നുന്നത് എങ്ങനെ ഇവർ എത്തി എന്നുള്ളതാണ്. അപ്പോൾ ഈ ഓപ്പൺ ജയിലിൻ്റെ ഭാഗമായിട്ടാണ് ഇവരിവിടെ എത്തുന്നതും അങ്ങനെ പരസ്പരം കണ്ടുമുട്ടുന്നതും. അപ്പോൾ ഈ ഓപ്പൺ ജയിലിൻ്റെ ഒരു സവിശേഷത കൂടി ഞാൻ ഇതിൻ്റെ കൂടെ ചേർക്കുകയാണ്. എന്ന് വെച്ചാൽ ഓപ്പൺ ജയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജസ്ഥാനിലാണ് ഈ ജയിലുള്ളത്, സംഗനീർ ജയിലുള്ളത്. അപ്പോൾ ഇവിടെ ഈ പറഞ്ഞ പകൽ സമയത്ത് ഇവർക്ക് പുറത്തുള്ള ജോലികളൊക്കെ ചെയ്യാം. ജോലി കഴിഞ്ഞ് വൈകുന്നേരം ആകുമ്പോൾ തിരിച്ച് ഇവർക്ക് ജയിലിൽ പ്രവേശിക്കുകയും വേണം. അപ്പോൾ ഈ സമയത്തിനിടയിലായിരിക്കും ഇവർ കണ്ടുമുട്ടുകയൊക്കെ ചെയ്തത്. എന്തായാലും ഇവർ രണ്ടുപേരും എങ്ങനെ ജയിലിലെത്തി എന്നുള്ള ചോദ്യം വലിയ ട്വിസ്റ്റുകളാണ് കേട്ടോ. നമ്മുടെ ഈ ഹനുമാൻ പ്രസാദ് ഇതിനു മുമ്പ് ഏകദേശം 5 പേരെ കൊല ചെയ്ത കേസിലെ പ്രതിയാണ്. ആരാണ് ഈ 5 പേരെന്നുള്ളതും രസകരമാണ്. ഈ പറയുന്ന പോലെ തന്നെ ഇയാൾക്ക് ഒരു കാമുകി ഉണ്ടായിരുന്നു. കാമുകിയുടെ ഭർത്താവിനെയും മക്കളെയും കൊല ചെയ്തിട്ടാണ് ആളിവിടെ എത്തിയത്. അപ്പോൾ ഈ പറയുന്ന ഹനുമാൻ പ്രസാദും കാമുകിയായിട്ടുള്ള സന്തോഷും ജയിലിൽ കഴിയായിരുന്നു. അപ്പോൾ ഇയാളെ കൂട്ടുപ്രതിയായിട്ടാണ് ആളെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ സന്തോഷ് കഴിയുന്ന ജയിലിലായിരുന്നില്ല. അവിടെ നിന്ന് നല്ല നടപ്പ്, നല്ല പ്രവൃത്തികൾക്കൊക്കെ ഭാഗമായിട്ട് ആൾ പുറത്ത് കിടക്കുകയും ആൾ മാത്രം ഓപ്പൺ ജയിലിലേക്ക് എത്തി. അതുപോലെ തന്നെ പ്രിയ സേത്തിൻ്റെ ഒരു ഹിസ്റ്ററി നോക്കിക്കുകയാണെങ്കിൽ, പ്രിയ സേത്താണെങ്കിൽ ഏകദേശം ടിൻഡറിലൂടെ ഒരാളെ പരിചയപ്പെട്ടു. അങ്ങനെ ടിൻഡറിലൂടെ ഒരാളുടെ പരിചയപ്പെടുന്നു, അയാളുമായിട്ട് ഇഷ്ടം സ്ഥാപിക്കുന്നു. അപ്പോൾ ഇവർ ആദ്യ സംഭാഷണങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്, നല്ല കൊടീശ്വരനാണോ റിച്ചാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ടിൻഡറിൽ കണ്ടുമുട്ടിയപ്പോൾ. അപ്പോൾ ഈ പറയുന്ന പോലെ അപ്പുറത്തുള്ള മറുതലയിലുള്ള ആൾ പറഞ്ഞു ഞാൻ കുറച്ച് റിച്ചാണെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഇരുവരും കണ്ടുമുട്ടുന്നു. അങ്ങനെ നൈസായിട്ട് ആളെ ഒരു ഫ്ലാറ്റിലേക്ക് എത്തിക്കുന്നു. ഫ്ലാറ്റിൽ എത്തിച്ചതിന് ശേഷം കൈകളെല്ലാം കെട്ടിയിട്ട് അങ്ങനെ ആളെ അവിടെ നിർത്തുകയാണ്. അതിനുശേഷം ഇവർ കിഡ്നാപ്പ് ചെയ്തു എന്ന രീതിയിൽ ഫാമിലി അറിയിക്കുന്നു. ഏകദേശം 10 ലക്ഷം രൂപയാണ് അയാളുടെ ഫാമിലിയോട് അവകാശപ്പെട്ടത്, ഈ പ്രിയാസേത്തും സംഘവും ചേർന്നത്. പക്ഷേ ഈ ഫാമിലിക്ക് കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ ഇവർക്ക് പൈസയൊന്നും കൊടുക്കാൻ പറ്റില്ല. ഏകദേശം 3 ലക്ഷം രൂപയെങ്ങാണ്ട് അവർ കഷ്ടപ്പെട്ടൊക്കെ കളക്ട് ചെയ്തുവെങ്കിലും ഈ കുടുംബം അത്രേ അവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ഇതറിഞ്ഞ് പ്രിയ സേത്ത് ആദ്യം പറഞ്ഞ കാര്യം, ഞാൻ കൊല ചെയ്യാനുള്ള മെയിൻ കാരണം ഇയാൾ വലിയ കോടീശ്വരനാണെന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്, പക്ഷേ എന്നെ പറ്റിക്കുകയായിരുന്നു. അതുകൊണ്ട് ആ ദേഷ്യത്തിൽ ഇയാളുടെ ATM കാർഡ് എടുത്ത് അതിൽ നിന്ന് 20,000 രൂപ എന്തോ പിൻവലിച്ചതിന് ശേഷം ഇയാളെ തുണ്ടമായിട്ട് കൊലപാതകം ചെയ്യുകയായിരുന്നു. ശേഷം അയാളുടെ പല ബോഡി പാർട്സുകളെല്ലാം പല ഭാഗത്തു നിന്നാണ് പോലീസ് പിന്നീട് കണ്ടെത്തിയത്. ഇതാണ് ഇവരുടെ രണ്ടുപേരുടെ ഒരു ഹിസ്റ്ററി. എന്തായാലും ഇത്രയും ക്രൂരമായ കൊലപാതകമൊക്കെ ചെയ്തിട്ട് അവർക്ക് ജയിലിലെത്തിയപ്പോൾ പ്രണയമുണ്ടായല്ലോ എന്നതൊരു അത്ഭുതമാണ്. എന്തായാലും എനിക്കറിയില്ല, കോടതി അതിനുവേണ്ടി അനുവദിച്ചു. 15 ദിവസത്തെ പരോൾ അനുവദിച്ചു. അവർ വിവാഹം ചെയ്തു. ഇനി നിയമം തീരുമാനിക്കട്ടെ അവരുടെ മുന്നോട്ടുള്ള ജീവിതം. ശരി.